അതായത് ഡോർ വീണ്ടും തുറക്കുകയാണ്. രാഹുലിന് ഒരുപക്ഷെ ഇപ്പോൾ ഇറക്കാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിനെ പുറത്തേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ, രാഹുൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കയറുന്നത് ഈ വാഹനത്തിന്റെ, പോലീസ് വാഹനത്തിന്റെ പിൻവശത്തേക്കാണ്. അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാണ്ട് രാഹുലിന്റെ ഇറക്കും. കൂടുതൽ ഈ ഷീൽഡ് ധരിച്ച, ഷീൽഡ് ഉൾപ്പെടെയുള്ളവയുമായി പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് വശത്തും, അതായത് ഒരാൾക്ക് നടന്നു പോകുന്ന ഒരു വഴി മാത്രം ഇട്ടുകൊണ്ട് ബാക്കി വഴികളെല്ലാം ഫോഴ്സ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരമുള്ള ഒരു, അതായത് അത്രത്തോളം സുരക്ഷ ഒരുക്കി തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ ഇവിടെ നിന്നും രാഹുലിനെ പുറത്തേക്ക് ഇറക്കും. അപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പോലീസ് പൂർണ്ണമായി സജ്ജമാണ്. പക്ഷേ പ്രതിഷേധക്കാർ ഈ പോലീസ് വാഹനത്തിൻ്റെ എല്ലാ വശത്തും മുൻവശത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും വലിയ ഒരു വെല്ലുവിളിയായി തന്നെ പോലീസിനെ അലട്ടുന്നുണ്ട്. ഇതെല്ലാം ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ പാലക്കാട് നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. AR ക്യാമ്പിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് 4:20 കൂടെയാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം തുടർന്ന് ചോദ്യം ചെയ്യലായിരുന്നു. ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ AIG ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ച്